നമസ്കാരം. ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയെക്കുറിച്ച് അറിയാത്ത ആരുമുണ്ടാകില്ല. ലോകത്തിലെ ഏറ്റവും മികച്ച രഹസ്യാന്വേഷണ ഏജൻസികളിൽ ഒന്നാണ് റോ. റോ എന്നാൽ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് എന്നാണ് അതിന്റെ പൂർണ്ണമായ അർത്ഥമെന്ന് പറയുന്നത്. ഈ രഹസ്യാന്വേഷണ ഏജൻസിയെ പലരും കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കമന്റ് ബോക്സുകളിൽ കണ്ട ഒരു കാര്യമാണ്. വളരെ മോശമായിട്ട് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയൊക്കെ എന്താണ് ചെയ്യുന്നത്, മൊസാദിനെ കണ്ടുപഠിക്കൂ എന്നൊക്കെയാണ് കമന്റ് ചെയ്യുന്നത്. ഇവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളിൽ പലർക്കും അറിയാത്തത് കൊണ്ട് തന്നെ പറയേണ്ടതായിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും മികച്ച രഹസ്യാന്വേഷണ ഏജൻസിയാണ് ഇന്ത്യയുടെ റോ. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയോടോ അല്ലെങ്കിൽ റഷ്യയുടെയോ ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയോടോ തട്ടിച്ചു നോക്കുമ്പോൾ ഒരു ഇഞ്ച് പോലും പിന്നിലല്ല ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസി. പലർക്കും ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ ദൗത്യങ്ങളെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് അവരെപ്പോഴും മറ്റുള്ള ഏജൻസികളുമായി നമ്മുടെ ഏജൻസിയെ താരതമ്യപ്പെടുത്തുന്നത്. മൊസാദ് പല അന്താരാഷ്ട്ര മര്യാദകളും ലംഘിച്ചുകൊണ്ടാണ് പല ദൗത്യങ്ങളും നടപ്പാക്കുന്നത്. ഇന്ത്യ പക്ഷേ ഒരിക്കലും അന്താരാഷ്ട്ര മര്യാദകൾ ലംഘിച്ചിട്ടില്ല. ഇനി അഥവാ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പുറം ലോകത്തിന് ഇതുവരെയും അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് നമ്മുടെ വിജയം. ഇന്നത്തെ വീഡിയോയിൽ പല കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഒന്ന്, റോ വിജയിപ്പിച്ച ഒരുപാട് ദൗത്യങ്ങളെ കുറിച്ച് വളരെ പെട്ടെന്ന് പറയാം. രണ്ട്, ഒരു പ്രധാനമന്ത്രി കാരണം വലിയൊരു ദൗത്യത്തിൽ റോയ്ക്കേറ്റ കനത്ത തിരിച്ചടിയെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ പറയാം. ഇത്രയും കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസി മറ്റേതൊന്നിനേക്കാളും മികച്ചതാണെന്ന് നിങ്ങൾക്കും ബോധ്യപ്പെടും. ആദ്യം റോ എന്തുകൊണ്ട് മികച്ചത് എന്ന് പറയുന്നു എന്ന് നോക്കാം. ലോകത്തിലെ ഏറ്റവും മികച്ച രഹസ്യാന്വേഷണ ഏജൻസികൾ എടുത്താൽ ആദ്യ 10ൽ റോ ഉണ്ടാകുമെന്നത് ശരിയാണ്. എന്നാൽ അതിനു മുമ്പ് തന്നെ പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയും മൊസാദും അല്ലെങ്കിൽ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയും ഒക്കെ ചിലപ്പോൾ സ്ഥാനം പിടിച്ചിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. സാധാരണ നിലയിൽ ഒരു രഹസ്യാന്വേഷണ ഏജൻസിയെ വിലയിരുത്തുന്നത് അവർ നിർവഹിക്കുന്ന ദൗത്യങ്ങളുടെ എണ്ണം അനുസരിച്ചും അത് വിജയിപ്പിക്കുന്നതനുസരിച്ചുമൊക്കെയാണ്. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി സഹകരിച്ചുകൊണ്ട് ISI ഒരുപാട് ദൗത്യങ്ങളിൽ പങ്കെടുത്തിട്ടുള്ളത് കൊണ്ടാണ് അവരുടെ പേര് എപ്പോഴും പല ലിസ്റ്റുകൾ എടുത്ത് പരിശോധിച്ചാലും ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയേക്കാൾ മുകളിലായി കാണാൻ പറ്റും. യാഥാർത്ഥ്യം എന്തെന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഈ രഹസ്യാന്വേഷണ ഏജൻസി എന്ന് പറയുന്നത് എന്താണ്? അവരുടെ ദൗത്യങ്ങൾ അതീവ രഹസ്യമായിരിക്കും എന്ന് തന്നെയാണ്. ഒരു സംശയം പോലും ആ ഒരു ഏജൻസിക്ക് നേരെ വിരൽ ചൂണ്ടുന്നില്ല എങ്കിൽ ആ ഏജൻസി സഞ്ചരിക്കുന്നത് ഏറ്റവും നല്ല രീതിയിലാണെന്ന് നമുക്ക് അനുമാനിക്കാം. ഇപ്പോ ഈ ഒരു മൊസാദിന്റെ കാര്യം തന്നെ നമുക്ക് എടുക്കാം. മൊസാദ് മികച്ചൊരു ഏജൻസിയാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ മൊസാദ് ഇറാനുള്ളിൽ കടന്ന് അവരുടെ ആണവ ശാസ്ത്രജ്ഞനെ വധിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് ചെയ്തത് ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയാണെന്ന് നിമിഷ നേരം കൊണ്ട് തന്നെ ഇറാന് ബോധ്യപ്പെടുകയാണ്. അതോടുകൂടി തന്നെ ഇസ്രായേലിന്റെ ആ ദൗത്യത്തിനെ നമുക്കൊരു വിജയകരമാണ് എന്ന് ചോദിച്ചാൽ ശരിയാണ്. അവർ ആ ആണവ ശാസ്ത്രജ്ഞനെ കൊലപ്പെടുത്തി എന്ന അർത്ഥത്തിൽ അത് വിജയകരമാണ്. എന്നാൽ രഹസ്യാന്വേഷണ ഏജൻസിയാണത് നടപ്പാക്കിയത് എന്ന് പുറം ലോകം അറിയുന്നതോടുകൂടി അതൊരു സമ്പൂർണമായ ഒരു ദൗത്യമായിരുന്നില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. കാരണം ഈ ഒരൊറ്റ സംഭവത്തിന്റെ പേരിൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ബന്ധത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഉറപ്പായും ഇറാൻ തിരിച്ചടിക്കും. അപ്പോ ഇറാൻ തിരിച്ചടിക്കുമ്പോൾ ഒരു പരിധിവരെ ഇസ്രായേൽ തടയുമായിരിക്കാം. പക്ഷേ ഇസ്രായേലിന്റെയും പ്രധാനപ്പെട്ട ഏതെങ്കിലുമൊക്കെ വ്യക്തികളെ ഇന്നല്ലെങ്കിൽ നാളെ ഇറാനും കൊലപ്പെടുത്തും. അപ്പോൾ ഇത് പരസ്പര വൈരാഗ്യത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു കാര്യമായിട്ട് മാറും. അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ആയിട്ടുള്ള ജോ ബൈഡൻ പോലും പറഞ്ഞത് ഈ ഒരു കൃത്യം അമേരിക്ക ഇറാൻ ബന്ധത്തിന്റെ പോലും ഭാവിയെ അത് മോശമായി ബാധിക്കുമെന്ന് തന്നെയാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊരു കാര്യം കൂടെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു രാജ്യത്തിന്റെ ഏതെങ്കിലും ഒഫീഷ്യൽസിനെയോ അല്ലെങ്കിൽ അധികാരപ്പെട്ട വ്യക്തികളെയോ ഒന്നും തന്നെ ഒരു കാരണവശാലും ഒരു യുദ്ധത്തിൽ അല്ലാത്ത സമയത്ത് വധിക്കാൻ പാടില്ല എന്നുള്ള അന്താരാഷ്ട്ര ഒരുപാട് നിയമങ്ങളുണ്ട്, ഉടമ്പടികളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ മറികടന്നുകൊണ്ടാണ് മൊസാദ് ഇത്തരം ദൗത്യങ്ങളൊക്കെ നടപ്പാക്കുന്നത്. ഇസ്രായേലിന് അവിടെ നിലനിൽക്കാൻ അത് ആവശ്യമാണ്. ഇസ്രായേലിന്റെ കാഴ്ചപ്പാടിൽ മൊസാദിന്റെ ദൗത്യങ്ങൾ ശരിയുമാണ്. കാരണം ഇറാൻ ഒരു ആണവായുധ ശക്തിയായി മാറിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അതിന്റെ ബുദ്ധിമുട്ട് നേരിടുന്നത് ഇസ്രായേൽ തന്നെയായിരിക്കും. ഇതാണ് ഇതിന്റെ ഒരു വസ്തുത. ഇനി ഒരു രഹസ്യാന്വേഷണ ഏജൻസി ഇത് നടപ്പാക്കിയതിനു ശേഷം ആ രഹസ്യാന്വേഷണ ഏജൻസിക്ക് നേരെ ആ രാജ്യം വിരൽ ചൂണ്ടുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ അത് ആരാണ് നടപ്പാക്കിയത് എന്ന് ആ ഒരു രാജ്യത്തിന് കണ്ടെത്താൻ കഴിയാതിരുന്നാൽ അതാണ് ഏറ്റവും മികച്ചൊരു ദൗത്യം. അതാണ് ആ രഹസ്യാന്വേഷണ ഏജൻസിയുടെ വിജയം. അതായത് ഒരു ഈച്ചയ്ക്ക് പോലും അറിയാൻ പറ്റില്ല അത് ചെയ്തത്. ഇപ്പോ നമ്മുടെ റോ തന്നെ ഒരു ദൗത്യം
പാകിസ്ഥാനിൽ കടന്നു കയറി അവിടെയുള്ള ഏതെങ്കിലും ഒരു സയന്റിസ്റ്റിനെ കൊലപ്പെടുത്തി. അത് ചിലപ്പോൾ കൊലപാതകമായിരിക്കാം, ആക്സിഡന്റ് ആയിരിക്കാം, എന്തുമായിരിക്കാം. പക്ഷെ അത് നടപ്പിലാക്കിയത് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയാണെന്ന് പാകിസ്ഥാന് പോലും മനസ്സിലായിട്ടില്ല എങ്കിൽ അത് നമ്മുടെ വിജയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസി മറ്റേതൊരു ഏജൻസിയെക്കാളും എത്രമാത്രം മികച്ചതായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം. നമ്മൾ പോലും അറിയില്ല ഇങ്ങനെ ഒരു ദൗത്യം നടന്നതായിട്ട്. അതാണ് ഒരു രഹസ്യാന്വേഷണ ഏജൻസി എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഇനി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയെ പലരും തെറ്റായി കാണുന്നു എന്നതുകൊണ്ടാണ്. ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസി മൊസാദിനെയോ അമേരിക്കയുടെയോ ഒക്കെ രഹസ്യാന്വേഷണ ഏജൻസിയേക്കാൾ ഏറ്റവും മികച്ചതാണ്. ഒരു തർക്കവും അക്കാര്യത്തിലില്ല. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിക്ക് അല്ലാതെ ലോകത്ത് മറ്റൊരു രഹസ്യാന്വേഷണ സ്ഥാപനത്തിനും ഒരു രാജ്യത്തെ വിഭജിച്ച് മറ്റൊരു രാജ്യം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ്. ബംഗ്ലാദേശ് എന്ന രാജ്യം രൂപപ്പെട്ടതിന്റെ പിന്നിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ വഹിച്ച പങ്കുണ്ടല്ലോ, അതത്ര നിസ്സാരമൊന്നുമല്ല. സത്യം പറഞ്ഞാൽ നമുക്കൊരു പബ്ലിക് ഡേറ്റയൊന്നും ഇതിനെക്കുറിച്ച് സത്യം പറഞ്ഞാൽ ലഭ്യമല്ല. എങ്കിൽ പോലും അപൂർവമായിട്ട് പുറത്തു വന്നിട്ടുള്ള ചില വിവരങ്ങൾ അനുസരിച്ച് ഈ ദൗത്യത്തിന് പിന്നിൽ നിർണായക പങ്ക് വഹിച്ചത് റോയാണെന്നറിയാം. എന്നാൽ അവർ ഏത് തരത്തിൽ അത് ഓപ്പറേറ്റ് ചെയ്തു എന്ന് പോലും നമുക്കറിയില്ല. അതൊക്കെ കുറെ ഊഹാപോഹങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് വളരെ ഭംഗിയായിട്ട് റോയെ അവർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. 1968 രൂപീകൃതമായ റോ അതിനുശേഷം നടന്ന 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ വളരെ മികച്ചൊരു റോളാണ് കാഴ്ചവെച്ചത്. അതിന്റെ ഫലമാണ് പാകിസ്ഥാന്റെ ഒരു പ്രധാനപ്പെട്ട പ്രവിശ്യ നഷ്ടപ്പെടുകയും ബംഗ്ലാദേശ് രൂപപ്പെടുകയും ചെയ്തത്. അത് ഇന്ത്യക്ക് കൊണ്ടുവന്ന നേട്ടം പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര വലിയൊരു നേട്ടമാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു ദൗത്യമാണ് സിക്കിമിനെ ഇന്ത്യയോട് ചേർക്കുന്നതിൽ ഈ ഒരു റോ വഹിച്ചിട്ടുള്ള പങ്ക്. അന്ന് റോയുടെ ഇടപെടലുകൾ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഒരുപക്ഷെ സിക്കിം ഇന്ന് ഇന്ത്യയുടെ ഒരു പ്രവിശ്യയാകുമായിരുന്നില്ല. ഒന്നുകിൽ അത് സ്വതന്ത്രമായ ഒരു പ്രവിശ്യയായി തന്നെ തുടരുമായിരുന്നു, അല്ലെങ്കിൽ ഒരു രാജ്യമായി തുടരുമായിരുന്നു, അല്ലെങ്കിൽ ചൈനയുടെ ഇടപെടലുകൾ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ അന്ന് റോ വഹിച്ചിട്ടുള്ള പങ്കും ഈ പറഞ്ഞതുപോലെ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയില്ല. അതാണ് സിക്കിം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം ഇന്ന് ഇന്ത്യയുടെ ഭാഗമായിട്ട് മാറിയതിൽ ഒരു പ്രധാന ഘടകം. ഖാലിസ്ഥാൻ മൂവ്മെന്റിനെ വേരോടെ പിഴുതെറിഞ്ഞത് നിസ്സാരമായ കാര്യമൊന്നുമല്ലായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ മരണത്തിൽ കലാശിച്ചുവെങ്കിലും അവിടെ പോലും ഇന്റലിജൻസ് ഏജൻസി കൃത്യമായി ഇന്ദിരാഗാന്ധിക്ക് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. അവർക്കൊപ്പം തന്നെയുള്ള അവരുടെ സഹായിയായിട്ട് നിൽക്കുന്ന, അവരുടെ കാവൽക്കാരായി നിൽക്കുന്ന പട്ടാളക്കാരിൽ നിന്ന് തന്നെ അവർക്ക് ഭീഷണിയുണ്ട്. അതുകൊണ്ട് ഇന്ദിരാഗാന്ധി അവരെ ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശം ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസി നൽകിയപ്പോൾ ഇന്ദിരാഗാന്ധി അന്ധമായി തന്റെ ഒപ്പം നിൽക്കുന്ന ആളുകളെ വിശ്വസിച്ചതിന്റെ ഫലമാണ് ഒടുവിൽ ഇന്ദിരാഗാന്ധിക്ക് ജീവൻ നഷ്ടപ്പെടുന്നതിന് കാരണമായത്. പക്ഷേ ഈ ഒരു ഖാലിസ്ഥാൻ മൂവ്മെന്റിനെ വേരോടെ പിഴുതെറിയാൻ അന്ന് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയുടെ പ്രവർത്തനം മൂലമാണ് സാധ്യമായത്. അവർ നൽകിയ വിവരങ്ങൾ കൃത്യമായിട്ടും അനലൈസ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ സൈന്യം അവിടെ ഇടപെടൽ നടത്തിയത് കൊണ്ടാണ് ഖാലിസ്ഥാൻ മൂവ്മെന്റ് ഒരേ സമയത്ത് സുവർണ ക്ഷേത്രത്തിന്റെ ഭാഗങ്ങളിലും അതേ സമയത്ത് പഞ്ചാബിലും മറ്റു മേഖലകളിൽ തമ്പടിച്ചിരുന്ന സഖ്യങ്ങളെയും ഒന്നിച്ച് നേരിട്ട് തുരത്തി തോട്ടിക്കാനും വകവരുത്താനും ഇന്ത്യക്ക് സാധിച്ചത് റോയുടെ ഇടപെടലാണ്. ഇല്ലായിരുന്നുവെങ്കിൽ ഇന്നൊരു പക്ഷേ ഒരു ഖാലിസ്ഥാന്റെ വാദം കൂടുതൽ ശക്തമാവുകയോ ആഭ്യന്തര കലാപം കൂടുതൽ രൂക്ഷമാവുകയോ അല്ലെങ്കിൽ ഒരു പുതിയ പ്രവിശ്യയായിട്ട് അവർ മാറുകയോ ഒക്കെ ചെയ്യുമായിരുന്നു. സ്മൈലിംഗ് ബുദ്ധയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആണവായുധ പരീക്ഷണം അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ പോലും കണ്ണു വെട്ടിച്ചുകൊണ്ട് ലോകത്തെ മുഴുവൻ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഇന്ത്യ വിജയിപ്പിച്ച സ്മൈലിംഗ് ബുദ്ധ, അതിന്റെ പിന്നിലെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് റോയാണ്. റോയുടെ സൂത്രങ്ങളും തന്ത്രങ്ങളുടെയും വിജയമായിരുന്നു വളരെ രഹസ്യമായിട്ട് ഒരു ഈച്ച പോലും അറിയാതെ ഈ ദൗത്യം പൂർത്തിയാക്കാൻ ഇന്ത്യക്ക് സാധ്യമായത്. ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു നേട്ടം, ഇന്ത്യ ഒരു ആണവായുധ രാജ്യമായി മാറിയ ആ നേട്ടത്തിന് കാരണമായതും തീർച്ചയായിട്ടും റോയുടെ ഇടപെടലുകളാണ്. അതിനുശേഷം നടത്തിയ ഇന്ത്യയുടെ ആണവായുധ പരീക്ഷണവും ഒരു മനുഷ്യൻ പോലും അറിഞ്ഞില്ല. അവിടെയും ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ കൃത്യമായ പ്ലാനിങ്ങും കഴിവും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ പറഞ്ഞാൽ തീരാത്തത്ര ദൗത്യങ്ങളാണ് വിജയകരമാക്കി റോ മാറ്റിയിട്ടുള്ളത്. ഓപ്പറേഷൻ മേഘദൂത്, ഓപ്പറേഷൻ ചാണക്യ, ഓപ്പറേഷൻ കാക്ടസ്, ഓപ്പറേഷൻ ലീച്ച്, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ഒരുപാട് ദൗത്യങ്ങൾ വിജയകരമാക്കി മാറ്റിയിട്ടുണ്ട് റോ. പക്ഷെ ഒറ്റ തവണ മാത്രം റോയ്ക്ക് പിഴച്ചു എന്ന് പറയാൻ പറ്റില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി കാരണം റോയ്ക്ക് അവിടെ വിജയം നേടാൻ സാധിച്ചില്ല. എന്നാൽ പോലും ഒരു കാര്യം നമ്മൾ കണ്ടെത്തി, അത് പാകിസ്ഥാന്റെ ആണവായുധ രഹസ്യങ്ങളായിരുന്നു. ലോകത്ത് ഒരു രാജ്യത്തും പെട്ടെന്ന് കടന്നു ചെല്ലാൻ പറ്റാത്ത, കണ്ടെത്താൻ പറ്റാത്ത അതീവ രഹസ്യം ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസി റോ കണ്ടെത്തി. പാകിസ്ഥാന്റെ ആണവായുധ പ്രോജക്റ്റിനെ കുറിച്ചുള്ള വിവരങ്ങളായിരുന്നു ഇന്ത്യ കണ്ടെത്തിയത്. പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിലെ കഹുദ എന്ന് പറയുന്ന സ്ഥലത്ത്
പാകിസ്ഥാൻ അതീവ രഹസ്യമായിട്ട് അവിടെ ആണവായുധം നിർമ്മിക്കാനുള്ള പ്രോജക്റ്റുമായി മുന്നോട്ട് പോവുകയായിരുന്നു. വലിയൊരു രഹസ്യ കോഡൊക്കെ കൊടുത്തുകൊണ്ടാണ് അവർ ഈ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോയത്. ആ പ്രോജക്റ്റിന് അവരിട്ടിരുന്ന പേര് പ്രോജക്റ്റ് 706 എന്നായിരുന്നു. ഈ പ്രോജക്റ്റ് വളരെ രഹസ്യമായിരുന്നു. ഒരു ഏജൻസിക്കും ഇതിനെക്കുറിച്ച് വിവരമുണ്ടായിരുന്നില്ല. പക്ഷേ ആ കാലത്ത് തന്നെ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയും ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദും വളരെ സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും അത് തുടരുന്നുണ്ട്. അപ്പോ ഈ പാകിസ്ഥാനിലെ ഒരു ശാസ്ത്രജ്ഞൻ ഇതിനിടയ്ക്ക് ഉത്തര കൊറിയ സന്ദർശിച്ചിരുന്നു എന്നൊരു വിവരം മൊസാദിന് ലഭിക്കുന്നുണ്ടായിരുന്നു. അത് മൊസാദ് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയുമായി പങ്കുവെക്കുകയും തുടർന്ന് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിക്ക് ഒരു സംശയം തോന്നി. ഈ റോ അങ്ങനെ പാകിസ്ഥാന്റെ ഉള്ളിൽ നടക്കുന്ന ആണവായുധ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ ആരംഭിച്ചു. ഇതിനിടയിൽ റോ വളരെ നല്ല രീതിയിൽ വലിയൊരു ചെയിൻ തന്നെ പാകിസ്ഥാന്റെ അകത്ത് രൂപപ്പെടുത്തിയിരുന്നു രഹസ്യാന്വേഷണ വിവരങ്ങൾക്കായി. അപ്പൊ ഇത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുമുണ്ടായിരുന്നു. പാകിസ്ഥാനിൽ നടക്കുന്ന കാര്യങ്ങൾ ഓരോന്നായിട്ട് ഇന്ത്യക്കും അതുപോലെ തന്നെ ഇസ്രായേലിനും കണ്ടെത്താൻ ഇതുവഴി സാധിച്ചിരുന്നു. പാകിസ്ഥാൻ ആണവായുധം വികസിപ്പിക്കുന്നതിനെ അങ്ങേയറ്റം എതിർത്തിരുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. കാരണം അങ്ങനെ സംഭവിച്ചാൽ അത് ഇസ്രായേലിനും ഒരു ഭീഷണിയാണെന്ന് അവർ കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ട് പണ്ട് മുതലേ സഹകരിച്ച് ഇസ്രായേലും അവരുടെ രഹസ്യാന്വേഷണ ഏജൻസിയും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഇത് എങ്ങനെയും കണ്ടുപിടിക്കണം എന്ന ലക്ഷ്യത്തോടെ റോ കഹുദയിൽ ഒരു ഓപ്പറേഷൻ ആരംഭിച്ചു. കഹുദ ബ്ലൂ പ്രിന്റ് എന്നാണ് ഈ ഒരു പ്രോജക്റ്റിന്, ഈ ഒരു ഓപ്പറേഷന് റോ നൽകിയ പേരെന്ന് പറയുന്നത്. അന്ന് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയുടെ തലവൻ എന്ന് പറയുന്നത് രാമേശ്വർ നാഥ് കാവു ആയിരുന്നു. ആദ്യത്തെ ഡയറക്ടറാണ് അദ്ദേഹം അപ്പോഴും ഡയറക്ടറായി തുടരുന്ന സമയമാണ്. വളരെ നല്ലൊരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ കഴിവാണ്. അദ്ദേഹവും ഇന്ദിരാഗാന്ധി ചേർന്നുകൊണ്ടാണ് ഈ ഒരു രഹസ്യാന്വേഷണ ഏജൻസി സ്ഥാപിച്ചത്. അദ്ദേഹം മിടുക്കനായിട്ടുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ടാണ് ഇത് ആരംഭിച്ച ഒരു 2-3 വർഷം കൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും മികച്ചൊരു രഹസ്യാന്വേഷണ ഏജൻസി ആയിട്ട് റോയെ മാറ്റാൻ സാധിച്ചത്. അങ്ങനെ ഓപ്പറേഷൻ ബ്ലൂ പ്രിന്റ് സത്യത്തിൽ ഒരു വിജയം തന്നെയായിരുന്നു. കഹുദയിലേക്ക് കടന്നു കയറുകയും അവിടെ ഈ ഗവേഷണങ്ങൾ നടത്തുന്നതിനടുത്തുള്ള ഒരു ബാർബർ ഷോപ്പിൽ പല രൂപത്തിലും വേഷത്തിലുമൊക്കെ ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർ കടന്നുകൂടി അവിടെ ഈ സയന്റിസ്റ്റുകൾ മുടി വെട്ടാനായിട്ട് വരുമായിരുന്നു. ഇതിനടുത്തുള്ള ഒരു ഖാൻ റിസർച്ച് ലബോറട്ടറീസിലാണ് ഈ പരീക്ഷണങ്ങളും ഗവേഷണവും ഒക്കെ നടക്കുന്നത്. യുറേനിയമാണ് അവിടെ സമ്പുഷ്ടീകരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ മുടിവെട്ടാൻ എത്തുമായിരുന്ന ഈ സയന്റിസ്റ്റുകളുടെ മുടി ശേഖരിച്ച് അത് ഇന്ത്യയിൽ കൊണ്ടുവന്ന് അതിനെ പരീക്ഷണത്തിന് വിധേയമാക്കിയപ്പോഴാണ് അതിൽ ഈ ഒരു യുറേനിയത്തിന്റെ സാമ്പിളുകൾ കണ്ടെത്തിയതും തുടർന്ന് അവിടെ ഈ ഒരു ആണവ പരീക്ഷണം നടക്കുന്നുണ്ട് എന്ന് ഇന്ത്യ ഉറപ്പിച്ചതും. മൊസാദും ഇതിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ അങ്ങനെ ഇന്ത്യയിൽ നിന്ന് അറിയുകയും മൊസാദ് ഉടൻ തന്നെ ഇസ്രായേലുമായിട്ട് ഇത് ചർച്ച ചെയ്യുകയും ചെയ്തു. ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ റോ ഇന്ത്യൻ ഒഫീഷ്യൽസിനെ അടിയന്തരമായിട്ട് ഈ കാര്യങ്ങൾ അറിയിച്ചു. എത്രയും പെട്ടെന്ന് തന്നെ ഇതിനെതിരെ നടപടികൾ സ്വീകരിക്കണം, ഈ ഒരു ഗവേഷണശാല ബോംബിട്ട് തകർക്കണമെന്ന അഭിപ്രായമായിരുന്നു അന്ന് ഇസ്രായേലിനുണ്ടായിരുന്നത്. പക്ഷേ ഇന്ത്യ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഒരു മണ്ടത്തരം തന്നെ പറ്റിയെന്ന് പറയാം. ഇന്ത്യ അന്ന് ഭരിച്ചിരുന്നത് മൊറാർജി ദേശായി ആണ്. അദ്ദേഹത്തിന് പറ്റിയൊരു ചെറിയ പിഴവ്, ആ പിഴവിന് ഒടുവിൽ നമ്മൾ കൊടുക്കേണ്ടി വന്നത് വലിയ വിലയായിരുന്നു. അന്ന് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി സിയാവുൾ ഹക്ക് ആണ്. അപ്പോ ഈ ഒരു വാർത്ത അറിഞ്ഞ ഉടനെ തന്നെ ഇന്ത്യയിലേക്കും റോയുടെ സന്ദേശം എത്തുന്നു. പാകിസ്ഥാൻ ആണവായുധം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ ഇപ്പോൾ ബോംബിട്ട് തകർത്താൽ അവർക്ക് പിന്നീട് ഒരിക്കലും ഈ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇതോടുകൂടി അവരുടെ ആ മോഹം എന്നേക്കുമായി അവസാനിക്കും. അപ്പോൾ അതിനുവേണ്ട കരുതൽ എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാകണം എന്നുള്ള നിർദ്ദേശം എത്തുന്നു. പക്ഷേ ഇന്ത്യക്ക് അന്നും ഇന്ത്യ വലിയ വിശാല മനസ്സാണല്ലോ. ഉടൻ തന്നെ അന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന മൊറാർജി ദേശായി പാക് പ്രധാനമന്ത്രിയെ ഫോണിൽ വിളിക്കുകയാണ്. കഹുദയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കറിയാം. ആണവ പരിപാടിയുമായി നിങ്ങൾ മുന്നേറുകയാണെങ്കിൽ ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കും. ഇങ്ങനെയാണ് ഫോൺ സന്ദേശത്തിൽ അദ്ദേഹം മൊറാർജി ദേശായി ഈ പാക് പ്രധാനമന്ത്രിയോട് പറഞ്ഞത്. ഇത് കേട്ട് സിയാവുൾ ഹക്ക് ഞെട്ടിപ്പോയി. കാരണം മിലിറ്ററി ക്വാർട്ടേഴ്സുകൾ മാത്രമുള്ള കഹുദ മേഖലയിൽ അതീവ രഹസ്യമായിട്ടാണ് പാകിസ്ഥാൻ ആണവ സമ്പുഷ്ടീകരണം നടത്തിയിരുന്നത്. അതിനുള്ള ഹെവി മിഷനറികളും മറ്റു പല പേരിലും അതീവ രഹസ്യമായിട്ടാണ് അവിടെ എത്തിച്ചത്. അപ്പൊ ഇത് ഇന്ത്യ അറിഞ്ഞു എന്ന് മനസ്സിലാക്കിയതോടെ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസി എത്രമാത്രം കരുത്തുറ്റതാണെന്ന ഒരു തിരിച്ചറിവ് കൂടി അവർക്കുണ്ടായി. ഇതാണ് അവരുടെ ഏജൻസി കുറെ കൂടി മികച്ച നിലയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു കാരണമായത്. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഇത് കണ്ടെത്തി ഇതിനെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിച്ച് മതിയാകൂ എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഉടൻ തന്നെ സിയാവുൾ ഹക്ക് അവരുടെ മിലിറ്ററി ഉദ്യോഗസ്ഥർക്കും രഹസ്യാന്വേഷണ ഏജൻസിക്കും ഒക്കെ ഇത് കൈമാറി. ഇന്ത്യ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യ ബോംബിട്ട് അവിടെ തകർക്കാൻ സാധ്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അവർ അടിയന്തരമായിട്ട് അവിടെ പലതരത്തിലുള്ള പുതിയ അന്വേഷണങ്ങളും മറ്റുമൊക്കെ നടത്തി ഇന്ത്യൻ ഏജൻസിനെ കണ്ടെത്തി. അതിക്രൂരമായിട്ടാണ് അവരെ കൊലപ്പെടുത്തി കളഞ്ഞത്. ഇന്ത്യയുടെ വളരെ കഴിവുറ്റ റോ ഉദ്യോഗസ്ഥന്മാരിൽ പലരും അവിടെ വെച്ച് കൊല്ലപ്പെട്ടു.
ഇന്ത്യയിലേക്ക് ഉണ്ടായിരുന്ന ആ ചെയിൻ അങ്ങനെ ആ ഒരൊറ്റ സംഭവത്തിന്റെ പേരിൽ, മൊറാർജി ദേശായിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ ഒരൊറ്റ നാക്കുപിഴയുടെ പേരിൽ, ഒരു മണ്ടത്തരത്തിന്റെ പേരിൽ ഇന്ത്യയുടെ വലിയൊരു ശൃംഖല തന്നെ അവിടെ തകർന്നുപോയി. പിന്നീട് പാകിസ്ഥാൻ അവിടെ നിന്നും അവരുടെ ഈ പ്രോജക്റ്റ് മറ്റെവിടേക്കോ മാറ്റുകയും ചെയ്തു. അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പിന്നീട് കണ്ടെത്താൻ കഴിയാതെ പോയി. അത് മാത്രമല്ല, ആ ഇടയ്ക്ക് ഇത് കൈവിട്ടു പോകുമെന്ന് തിരിച്ചറിഞ്ഞ് ഇസ്രായേൽ തങ്ങളെ ആക്രമിക്കുമെന്ന പേടികൊണ്ട് പാക് പ്രധാനമന്ത്രി അമേരിക്കയുടെ ഉൾപ്പെടെ സഹായം തേടിയതായിട്ടും പിന്നീട് വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഇന്ത്യയുടെ ഈ ഒരു നീക്കം തിരിച്ചറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ, ഈ മൊറാർജി ദേശായി പാക് പ്രധാനമന്ത്രിയോട് ഇത് സംബന്ധിക്കുന്ന വിവരങ്ങൾ പങ്കുവച്ചില്ലായിരുന്നുവെങ്കിൽ, ഒരുപക്ഷെ അന്ന് ഇന്ത്യയോ ഇസ്രയേലോ ആ ഒരു ഗവേഷണ സ്ഥാപനം ബോംബിട്ട് തകർത്തിരുന്നെങ്കിൽ പിന്നീട് ഒരിക്കലും പാകിസ്ഥാൻ ഒരു ആണവ രാഷ്ട്രമായിട്ട് വളർന്നു വരാൻ സാധ്യമാകുമായിരുന്നില്ല. ഇന്ത്യയുടെ കഴിവുറ്റ റോ ഏജൻസിനെ നമുക്കന്ന് നഷ്ടമാവുകയും ചെയ്യുമായിരുന്നില്ല. എന്തായാലും ഇന്ത്യൻ ഭരണകൂടത്തിന് പറ്റിയ ആ ഒരൊറ്റ പിഴവ് കാരണം പിന്നീട് റോയും ഇന്ത്യയും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. ഈ റോയ്ക്ക് ഇന്ത്യൻ പൊളിറ്റീഷ്യൻസിനെ വിശ്വാസമില്ലാത്ത സ്ഥിതിയുണ്ടായി. ഒടുവിൽ ഡയറക്ടറായിരുന്ന RNK രാജിവെച്ച് പബ്ലിക്കിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സ്ഥിതി പോലും ഉണ്ടായി. ഇന്ദിരാഗാന്ധിയുടെ ആദ്യ ഭരണകാലത്ത് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന റോ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും അതേ തുടർന്ന് പിന്നീട് അധികാരത്തിൽ നിന്ന് പുറത്താവുകയും മൊറാർജി ദേശായിയും പിന്നീട് ചൗധരി ചരൺ സിംഗും ഒക്കെ അധികാരത്തിലെത്തുകയും ചെയ്ത ആ നാളുകളിൽ ദൗർബല്യമാവുകയും പിന്നീട് വീണ്ടും ഇന്ദിരാഗാന്ധി അധികാരത്തിലെത്തിയപ്പോഴാണ് പഴയ ശക്തിയിലേക്ക് മടങ്ങി വരികയും ചെയ്തത്. എന്തായാലും ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസി പിന്നീട് ഒരുപാട് ദൗത്യങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ശ്രീലങ്കയിൽ ഉൾപ്പെടെ ഒരുപാട് ദൗത്യങ്ങൾ വിജയകരമാക്കിയിട്ടുണ്ട്. പക്ഷെ പലതും നമ്മൾ അറിയുന്നില്ല എന്നതാണ് നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസിയുടെ മികവിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. അതുകൊണ്ട് തന്നെ മൊസാദിനെ കുറിച്ചുള്ള വാർത്തകളോ അല്ലെങ്കിൽ അമേരിക്കയുടെയോ ചൈനയുടെയോ രഹസ്യാന്വേഷണ ഏജൻസിയെ കുറിച്ചുള്ള വാർത്തകളോ കേൾക്കുമ്പോൾ ആരും ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസി വില കുറച്ച് കാണേണ്ടതില്ല. അവരെക്കാളൊക്കെ ഒരുപടി മുന്നിൽ തന്നെയാണ് ഇന്ത്യയുടെ റോ. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.